ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്ന ഒരു പയല സ്പാനിഷ് രീതിയിലുള്ള ഒരു ഡിഷാണ്. പക്ഷേ അത് ഞാൻ കേരള രീതിയിലാണ് പല പ്രാവശ്യം കുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതെനിക്കും എൻ്റെ ഫാമിലിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് കാരണമാണ് ഞാൻ വീണ്ടും കുക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പ്രോൺസ്, ചിക്കൻ ബ്രസ്റ്റ് ആൻഡ് ചൊറിറ്റോ, ഗ്രീൻ പീസ്, ടൊമാറ്റോ പ്യൂരി. ഇത് ഞാൻ ജസ്റ്റ് ടൊമാറ്റോ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന സാധനമാണ്, ഡ്രൈ. അത് ഞാൻ ഉപയോഗിക്കുന്ന 2 ടൈപ്പിലുള്ള മുളക് പൊടിയാണ്. അത് ഉപയോഗിക്കാൻ കാരണം നമ്മുടെ രീതി ഇച്ചിരി എരിവ് വേണമല്ലോ. അത് ഇത് എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്, എരിവില്ലാത്ത മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇത് കട്ട് ചെയ്തിരിക്കുന്ന റോ റൈസാണ്, അത് ഉപയോഗിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വസുമതി ഉപയോഗിക്കാം. നമ്മുടെ അല്ലാത്ത ഈ പച്ചരി ടൈപ്പിലുള്ള റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇത് വെജിറ്റബിൾ ക്യൂബ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫിഷ് ബ്രോത്ത് നമുക്ക് ഉപയോഗിക്കാം. ഫിഷിന്റെ വെള്ളം, തിളപ്പിച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ സ്റ്റോക്കാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിച്ച് സീസണിങ് ഉപയോഗിച്ചാണ് ഞാൻ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇച്ചിരി പെപ്പറും കൂടി ഇടും നമ്മുടെ രീതിയിൽ. പക്ഷേ സ്പാനിഷുകാർ എനിക്ക് തോന്നുന്നില്ല അവർ ഇത് ഇടുമെന്ന്. പെപ്പർ ഇടാറില്ല. പെപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് പൊടി, അത് ഉപയോഗിക്കാറില്ല. ഓക്കെ. പിന്നെ ആവശ്യാനുസരണം സോൾട്ട്. എല്ലാവരും ഒലിവ് ഓയിൽ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആണ് വരുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഉപയോഗിക്കുന്ന, അത് നമ്മുടെ ആവശ്യാനുസരണം. പിന്നെ ഞാൻ പറഞ്ഞ സീസണിങ് ഉപയോഗിക്കുന്നു. അതിനു വേണ്ടി ഞാൻ പോർച്ചുഗലിൽ, ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഒലിവ് ഓയിൽ പോർച്ചുഗലിന്റെയാണ്. റെഡിയാക്കാണ്. എൻ്റെ ഒലിവ് ഓയിൽ ഞാൻ കുറച്ച് ഒഴിക്കുകയാണ്. നമ്മുടെ ആവശ്യാനുസരണം ഒഴിക്കുക ഒലിവ് ഓയിൽ. ഇതിനകത്തോട്ട് ഞാൻ ജസ്റ്റ് ഈ പ്രോൺ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഒരു 10 മിനിറ്റ്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും ഇഷ്ടമാകും, എനിക്ക് ഉറപ്പാണ്. പക്ഷെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടോ? പക്ഷെ ഞാൻ ഒത്തിരി കമന്റ് ഒന്നും കാണുന്നില്ല. എന്നാലും ഒത്തിരി പേര് ഉണ്ടാക്കിയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ സാലഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, അവർ പറഞ്ഞു ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് എന്റെ വീഡിയോയെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് കമന്റ് ചെയ്യുക. പ്രോൺസ് റെഡിയായി. ചിക്കൻ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇച്ചിരി ഒലിവ് ഓയിലും കൂടെ ഒഴിക്കുവാണ്. ഇത് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇത് വേറെ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാം. ചിലപ്പം ചിക്കൻ ഇല്ലാതെ നമുക്ക് കുക്ക് ചെയ്യാം. പ്രോൺസ് ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ പ്രോൺസ് ഇല്ലാതെ വേണമെങ്കിലും കുക്ക് ചെയ്യാം.
ഏകദേശം 10 മിനിറ്റ്സ് ആയിട്ട്, ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. 10 മിനിറ്റ്സ് ആയി, ഞാൻ എടുക്കുവാണ്. ഇനി ഞാൻ ഗാർലിക് ഇടുവാണ്, ഒനിയൻ ഇടുവാണ്. ചൊറിക്കസ് ഇടാൻ പോവാണ്. ഒത്തിരി എരിവും ഇല്ല, പക്ഷെ ന്യായമായ ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ആണ്. എപ്പോഴും കുക്ക് ചെയ്യാറില്ല, വൺസ് ഇൻ എ മന്ത് ഒരു പ്രാവശ്യം ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഫ്രണ്ട്സിന് ഞാൻ കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞ്, അവർക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ടൊമാറ്റോ ക്യൂരി എന്നോട് ചേർക്കുകയാണ്. ഇതിനകത്തോട്ട് ഞാൻ 2 ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അത് ഇതിനകത്തോട്ട് ഇടുവാണ്. ഞാൻ പറഞ്ഞ മുളക് പൊടി ഞാൻ ചേർക്കുവാണ്. 2 ടൈപ്പിലുള്ള മുളക് പൊടിയാണ്, ഇച്ചിരി എരിവുള്ളതും എരിവില്ലാത്തതും. ഈ പെപ്പർ, ക്യാപ്സിക്കം അത് ഞാൻ ചേർക്കുവാണ്. പെപ്പർ അഥവാ ക്യാപ്സിക്കം. ഗ്രീൻ പീസ് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ, മറന്നു പോയായിരുന്നു. കുക്ക് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് ആണ്. എന്റെ ചിക്കൻ ഇടുവാണ്. ഞാൻ വെജിറ്റബിൾ സ്റ്റോക്ക് 1 ക്യൂബ് 1 കപ്പ് വെള്ളത്തിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാഫ്രോണ് ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അരി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. വെജിറ്റബിൾ സ്റ്റോക്ക് ഇടുവാണ്. സാഫ്രോൺ ആഡ് ചെയ്യുവാണ്. നമ്മുടെ കുങ്കുമപ്പൂവ്, ഇച്ചിരി ഡ്രൈഡ് ടൊമാറ്റോസ് ഞാൻ ഇടുവാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ നോക്കൂ, എൻ്റെ പയ്യ റെഡിയാണ്. ഞാനിത് അടുപ്പിൽ വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്ത് ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഡിഷാണ്. പയല കേരള രീതിയിൽ ഇച്ചിരി സ്പൈസ് ഒക്കെ ആഡ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. സ്പെയിനിൽ ഞാൻ പോയിട്ടുണ്ട്. അന്നേരം ഞാൻ ട്രൈ ചെയ്ത ഡിഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇവിടെ വന്ന് ഞാൻ പല പ്രാവശ്യം കുക്ക് ചെയ്തത്. ഈ പ്രാവശ്യം ഞാൻ കേരള രീതിയിലാണ് കുക്ക് ചെയ്തത്. റിയലി വെരി ടേസ്റ്റി. ഇത് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. നിങ്ങളുടെ പിള്ളേർക്ക്, ചില പിള്ളേർ കഴിക്കുകയല്ലോ, പ്രോപ്പറായിട്ട് മീൽ കഴിക്കുകയില്ല. അത് അവർക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചു. വെജീസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പ്രോൺസ് ഉണ്ട്, ചൊറിറ്റോ ഉണ്ട്,
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോർ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഒന്നും പറയാനില്ല. എല്ലാം ഉണ്ട്. ഒരു നല്ല സൂപ്പർ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇത് ട്രൈ ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക പ്ലീസ്. താങ്ക് യു. ബൈ.